TKGയുടെ പത്രസമ്മേളനം വിറച്ചു പോയിട്ടുണ്ടാവും ഗോവിന്ദൻ എങ്ങനെയാണ് TKGയോട് ഉത്തരം പറയുക? ഗോവിന്ദൻ എങ്ങനെയാണ് വി കുഞ്ഞികൃഷ്ണനോട് ഉത്തരം പറയുക? ഈ രണ്ട് സഖാക്കൾ എന്ന് പറഞ്ഞാൽ ഇവർ പറയുന്നത് 100% സത്യമാണ് എന്ന് ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ചതാണ്. അതാണ് ജനങ്ങൾ അംഗീകരിച്ചതാണ്. അതിനിടയിൽ TKG ഒരു കാര്യം കൂടി പറഞ്ഞു കേട്ടോ. അതായത് ഞങ്ങളെ ജയിപ്പിച്ചത് മറ്റേ പള്ളികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടല്ല. അത് പറയുന്നത് ഈ പെട്ടിതൂക്കുകാരൻ അല്ലെ, ഈ പറയുന്ന പിണറായിയുടെ പെട്ടിതൂക്കി KK രാഗേഷാണ് പറഞ്ഞത്. അതായത് CPM-നുള്ളിൽ നിന്ന് വോട്ടുകളൊന്നും പുറത്തു പോയിട്ടില്ല. ഈ പറയുന്ന ആൾക്കാരൊക്കെ ജയിച്ചത് UDF-ന്റെ സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചത്, അതായത് പയ്യന്നൂരിലും തളിപ്പറമ്പിൽ ഉൾപ്പെടെ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചത്, അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥികൾ ജയിച്ചത്, അതുമല്ലെങ്കിൽ CPM-കാർ പരാജയപ്പെടാനുള്ള കാരണം പള്ളികളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു എന്നാ പറഞ്ഞത്. അപ്പൊ ഇയാൾ പരിഹസിക്കുകയാണ്, TKG പരിഹസിക്കുകയാണ്. ഞങ്ങളൊക്കെ ജയിച്ചത് പിന്നെ പള്ളിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞിട്ടായിരിക്കും. സ്വന്തം പാർട്ടിയിൽ നിന്ന് സ്വന്തം പാർട്ടിക്കാരാണ് ആരെ ജയിപ്പിച്ചതെന്നറിയോ? TKG ജയിപ്പിച്ചത്, വി കുഞ്ഞികൃഷ്ണനെ ജയിപ്പിച്ചത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. എത്ര കാലം നിങ്ങൾ ഇത് മൂടി വെക്കും? എത്ര കാലം ഈ സത്യങ്ങൾ മൂടി വെക്കും? ജനങ്ങൾ മുഴുവൻ അറിയുന്ന സത്യങ്ങൾ ഇതൊക്കെ മൂടി വെച്ചിട്ട് ഉളുപ്പില്ലാതെ പറയാണ്. ജനങ്ങൾക്ക് കൂടി ഇനി അഭിപ്രായം പറയാം, ജനങ്ങൾക്ക് കൂടി ഞങ്ങളെ അഭിപ്രായം അറിയിക്കാം. ഞങ്ങൾ അതൊക്കെ വാട്സപ്പിലൂടെ ലക്ഷക്കണക്കിന് വാട്സപ്പിലൂടെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എന്താ പറയാ, അതൊക്കെ വായിച്ച് അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഞാൻ നന്നാകാൻ പോകുന്നത്. സ്വന്തം പാർട്ടിക്കാർ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അല്ലേ? പിന്നെ നാട്ടുകാർ പറഞ്ഞതാണോ നിങ്ങൾ കേൾക്കാൻ പോകുന്നത്? ഇടതുപക്ഷത്തു നിന്ന് തന്നെ ഇടതുപക്ഷ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ TKGയും വി കുഞ്ഞികൃഷ്ണനും കൈവിരൽ ചൂണ്ടുന്നത് ഈ അപ്പം ഗോവിന്ദന്റെ മുഖത്തേക്ക്. അതുകൊണ്ട് അപ്പം ഗോവിന്ദൻ പതറും. മറുപടി പറയാൻ പറ്റില്ല അപ്പം ഗോവിന്ദന്. കാരണബോധത്തിന് പിന്നെ പറയേ വേണ്ട. കാരണബോധത്തിന്റെ കാര്യം കണക്ക് പുറത്തെ മാറി നിൽക്ക്, വിട്ടുപോയി ചോദിക്കുന്നൊക്കെ ആയിരിക്കും കാരണബോധം പറയാ. അവസാനം പറയും ഡാഷിന്റെ മോനെ കുഞ്ഞികൃഷ്ണ, ഡാഷിന്റെ മോനെ TKG എന്നൊക്കെ ആയിരിക്കും കാരണബോധം വിളിക്കുക. അപ്പൊ കാരണബോധത്തിന്റെ കാര്യം നമുക്ക് വിടാം. നിൽക്കക്കള്ളി ഇല്ലാതെ പുറത്തുപോയവരല്ല G സുധാകരനും വി കുഞ്ഞികൃഷ്ണനും TKGയും. ഇവര് പുറത്തുപോയത് വ്യക്തമായ നയങ്ങളുടെ പേരിലാണ്. പാർട്ടിയുടെ ഇത്തരത്തിലുള്ള നയവൈകല്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഈ 3 പേരും പുറത്തുപോയത്. അതുകൊണ്ട് തന്നെ നേരത്തെ ഗൗരിയമ്മ പോയ പോലെ അല്ലെങ്കിൽ MVR പോയ പോലെ എന്നൊന്നും കരുതേണ്ട കേട്ടോ. കാരണം ഇവർ യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നിങ്ങൾ അകന്നു പോകുന്നു, കമ്മ്യൂണിസ്റ്റ് തത്വശാസ്ത്രങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു, കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു. ഇതുപോലെ നേരത്തെ ടി പി ചന്ദ്രശേഖരൻ ചെയ്തതുപോലെ, RMP രൂപീകരിച്ചതുപോലെ ഇവർ പക്ഷേ ഒരു പാർട്ടി രൂപീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനുള്ള ചില സൂചനകൾ വരുന്നു. നേരത്തെ കുഞ്ഞികൃഷ്ണൻ സഖാവ് അതിനുള്ള ചില ശ്രമങ്ങൾ നടത്തിയതായ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. അതായത് പാർട്ടിയിൽ നിന്ന് ഈ പുറത്തുപോയ കുഞ്ഞികൃഷ്ണനും ഈ TKGയും G സുധാകരനും നേരത്തെ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ TP ചന്ദ്രശേഖരന്റെ പത്നിയായ KK രമയും പിന്നെ ഈ CMPയിലെ CP ജോൺ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന് വിശേഷിപ്പിക്കാവുന്ന CP ജോൺ, പിന്നെ സോഷ്യലിസ്റ്റ് നേതാവായ ആരുണ്ട്? ഷിബു ബേബി ജോൺ ഉണ്ട്. RSP കാരനായ ഷിബു ബേബി ജോൺ ഉണ്ട്. ഒരുപക്ഷെ തോറ്റുപോയെങ്കിലും PK ശശിയുണ്ട്. ഇത്തരത്തിൽപ്പെട്ട ഈ വിഘടിച്ചു പോയ അല്ലെങ്കിൽ പാർട്ടിയോടുള്ള വിദ്വേഷം മൂലം, പാർട്ടിയോടുള്ള നയ വ്യത്യാസങ്ങൾ മൂലം, പാർട്ടിയുടെ നയവൈകല്യങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇറങ്ങി വന്ന ഈ നേതാക്കന്മാർ ഒരുമിച്ചാൽ അത് ഒരു പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ, പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരിക്കും ഉദയം കൊള്ളുക. യഥാർത്ഥത്തിൽ അതോടുകൂടി CPM-ലെ അണികൾ മുഴുവൻ ഇങ്ങോട്ടേക്ക് വരുന്നേ. കാരണം CPM-ൽ ഇപ്പം രണ്ട് വിഭാഗം അണികളാണുള്ളത്. ഒന്ന് ഈ പിണറായി ഭക്തന്മാർ, അടിമക്കൂട്ടങ്ങൾ. പിണറായി ഇപ്പോൾ നട്ടുച്ചയാണെന്ന് പറഞ്ഞാൽ പാതിരാത്രിക്കും നട്ടുച്ചയാണ് എന്ന് പറയുന്ന അടിമക്കൂട്ടങ്ങളുണ്ട്. അങ്ങനെയുള്ള അടിമക്കൂട്ടങ്ങൾ ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരുണ്ടെന്നേ. യഥാർത്ഥത്തിൽ കമ്മ്യൂണിസം ഹൃദയത്തിൽ സൂക്ഷിച്ച യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. യഥാർത്ഥത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകാര് അസംതൃപ്തരാണ്. ഈ പാർട്ടി ചെയ്യുന്ന നടപടികളൊക്കെ തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് മറ്റൊരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ഞാൻ ഒരുപാട് പേരോട് സംസാരിച്ചു. അവരൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഈ CPM-നെ മടുത്തു. ഞങ്ങൾക്ക് മറ്റൊരു പാർട്ടി CPM-നെ പോലുള്ള പറഞ്ഞാൽ ഈ പിണറായി പാർട്ടിയെ പോലുള്ള പാർട്ടി അല്ല കേട്ടോ. യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, നല്ലൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത്തരമൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഇവരുടെയൊക്കെ മനസ്സിലുള്ളത്. അത്തരത്തിൽപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉദയം കൊള്ളുകയാണ് എന്നതിന്റെ സൂചന കൂടിയാണ് ഇപ്പൊ TKGയും ഈ പറയുന്ന വി കുഞ്ഞികൃഷ്ണനും ഇത്തരം അതായത് പാർട്ടി സെക്രട്ടറി പറയുന്ന ഓരോ വിഡ്ഢിത്തങ്ങളും, ഓരോ വിടുവായത്തങ്ങളും, ഓരോ കോമാളിത്തങ്ങളും അപ്പോഴപ്പോൾ പൊളിച്ചെടുക്കുകയാണ് ഈ പറയുന്ന നേതാക്കന്മാർ.
അപ്പോൾ ഏതായാലും കേരളത്തിൽ CPM എന്ന് പറയുന്ന പാർട്ടി അസ്തമിച്ചു പോയി എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഈ പാർട്ടി ഒരിക്കലും CPM രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞ പോലെ എന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, തെറ്റ് പറ്റിയത് എങ്ങനെയെന്ന് മനസ്സിലാക്കണ്ടേ, എന്നിട്ട് തിരുത്തേണ്ടത് രണ്ടും ചെയ്യൂല. എങ്ങനെ നിങ്ങൾക്ക് തെറ്റു പറ്റി എന്ന് പാർട്ടി അണികൾ, പാർട്ടിയിലെ കീഴ്ഘടകങ്ങൾ പറഞ്ഞാൽ പോലും അത് കേൾക്കില്ല. പിന്നെ പാർട്ടി എങ്ങനെ നന്നാവാൻ, പിന്നെ പാർട്ടി എങ്ങനെ രക്ഷപ്പെടാൻ, ആരാ പാർട്ടിക്കൊപ്പം ഉണ്ടാകുക? പാർട്ടിയിൽ അവസാനം ഈ പറയുന്ന തന്തപ്പടിയും മരുമോനും മാത്രമാവും. തന്തപ്പടിയും മരുമോനും പിന്നെ കുറെ എണ്ണ തേപ്പുകാരും അങ്ങനെയുള്ള പാർട്ടിയായി മാറും. കൈവിരലിൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമുള്ള ഒരു പിണറായി പാർട്ടിയായി ഇത് മാറും, അല്ലെങ്കിൽ ഒരു മരുമോൻ പാർട്ടിയായി ഇത് മാറും. അത്രയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യഥാർത്ഥത്തിൽപ്പെട്ട ഈ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ, യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യും? അവര് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറും. അത്തരത്തിലുള്ള ഒരു പാർട്ടി രൂപീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നു എന്നുള്ള ചില സൂചനകൾ കൂടി ഈ ഒരു റിപ്പോർട്ടിലുണ്ട്. അതിങ്ങനെയാണ്: ആ സഭയിൽ പിണറായി വിജയനൊപ്പം മുൻനിരയിലാണ് ജി സുധാകരനും KK രമയും. തൊട്ടടുത്ത് ഇന്ത്യയിലെ ഏക കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി എന്ന ഏക കമ്മ്യൂണിസ്റ്റ് മന്ത്രി എന്ന വിശേഷണം ആസ്വദിച്ച് CP ജോണുമുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ നിയമസഭയിൽ ഈ തോറ്റ പിണറായിക്കൊപ്പം എന്ന് ഞാൻ പറയാൻ കാരണം, ധർമ്മടത്ത് തോറ്റതാണ്. ജയിച്ചത് സാങ്കേതിക അർത്ഥത്തിലാണ്. നേരത്തെ 55,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ച പിണറായി പ്രാവശ്യം 19,000 വോട്ട് എന്ന് പറഞ്ഞാൽ ധർമ്മടങ്കാര് തന്നെ പറഞ്ഞു പോടോ പോയി വീട്ടിലിരിക്കടോ എന്ന് പറയുന്ന പിണറായിക്കൊപ്പമാണ് ആരിയ്ക്കുന്നത് അറിയോ? KK രമ ഇരിക്കുന്നത്, ഇപ്പൊ V കുഞ്ഞികൃഷ്ണൻ ഇരിക്കുന്നത്, DKG ഇരിക്കുന്നത്, ഇങ്ങപ്പുറത്ത് CP ജോൺ ഇരിക്കുന്നത് ഈ പറയുന്ന ഈ പിണറായി വിജയനൊപ്പമാണ്. എന്ന് പറഞ്ഞാൽ പിണറായി വിജയന് തുല്യമായ നിലയിൽ ഇവിടെ ഈ പാർട്ടിയിൽ നിന്ന് വിഘടിച്ചു പോയ നേതാക്കന്മാർ ഇരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിൽപ്പെട്ട നേതാക്കന്മാർ മുൻപൊരിക്കലും ഇത്ര വൈവിധ്യവും ശക്തവുമായ സാന്നിധ്യമായിട്ടില്ല. കേരള നിയമസഭയിൽ ഒരിക്കൽ പോലും ഇത്രയും വൈവിധ്യമായ ഒരു എന്താ പറയാ CPM എതിർച്ചേരി രൂപപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു എതിർച്ചേരിയാണ് നമ്മൾ കഴിഞ്ഞ നിയമസഭയിൽ നമുക്കറിയാം KK രമയുണ്ടായിരുന്നു, അല്ലെ? KK രമയുണ്ടായിരുന്നു നമുക്കറിയാം. പക്ഷെ ഇപ്രാവശ്യം അങ്ങനെയല്ല. KK രമക്കൊപ്പം CP ജോൺ ഉണ്ട്, ഈ പറയുന്ന ഈ പുതിയ 3 ആൾക്കാരുണ്ട്, ഷിബു ബേബി ജോൺ ഉണ്ട്. അതോടെ ഈ ഇടതുപക്ഷ ചേരി എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഇടതുപക്ഷം ആരാണ് എന്ന് ചോദിച്ചാൽ ഇപ്പുറത്തുള്ളതാണ്. അപ്പുറത്തുള്ളതാരാണ്? അപ്പുറത്തുള്ളത് പിണറായിയുടെ അടിമക്കൂട്ടങ്ങളാണ്. ആർക്കു വേണം ഈ പാർട്ടിയെ? ഭരണപക്ഷത്തെ ഈ ഇടതുപക്ഷക്കാർ, അതായത് ഇടതുപക്ഷക്കാരാണ്. അതായത് UDF-നുള്ളിലെ ഒരു ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷമാണ് ഞാൻ നേരത്തെ പറഞ്ഞ KK രമയും CP ജോണും TKG-യും V കുഞ്ഞികൃഷ്ണനും ഒക്കെ ഉൾപ്പെടെയുള്ള, ഷിബു ബേബി ജോണും ഒക്കെ ഉൾപ്പെടെയുള്ള, CP ജോണും ഒക്കെ ഉൾപ്പെടെയുള്ള ഈ ഇടതുപക്ഷം എന്ന് പറയുന്നത് ഈ UDF-നുള്ളിലുള്ള ഇടതുപക്ഷമാണ്. ഭരണപക്ഷത്തെ ഈ ഇടതുപക്ഷക്കാർ എഴുന്നേൽക്കുന്ന ഓരോ അവസരത്തിലും പ്രതിപക്ഷം അസ്വസ്ഥരായിക്കൊണ്ടിരിക്കുന്നു. നിയമസഭയിലെത്തുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ഐക്യപ്പെടലുകളോ പരസ്പര ധാരണകളോ ഉണ്ടായിട്ടില്ല. അതായത് നിയമസഭയിലെത്തുന്നതിന് മുമ്പ് ഈ കുഞ്ഞികൃഷ്ണൻ സഖാവും TKG-യും ജി സുധാകരനും KK രമയും CP ജോണും ഷിബു ബേബി ജോണും ഒക്കെ തമ്മിൽ ഒരു ആശയ രൂപീകരണം ഉണ്ടായിട്ടില്ല. ഇവരുടേതായ രീതിയിലാണ് ഇവർ ജയിച്ചു വന്നത്. ഇനിയിപ്പോൾ ഇവർ ഒരുമിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത്. പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും സ്വന്തം കണ്ണൂരിൽ ആ പാർട്ടിയെ സ്തബ്ധമാക്കിയ V കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും അതിനായി ഏകോപിത നീക്കങ്ങൾ നടത്തിയവരല്ല. എന്നാൽ സഭയിലെത്തിയ ശേഷം ചില മാറ്റങ്ങളുണ്ട്. നമുക്കെല്ലാം ചേർന്ന് സ്വതന്ത്രരുടെ പ്രത്യേക ബ്ലോക്കായി കൂടെ എന്ന ചോദ്യവുമായി മറ്റു 3 പേരെയും സമീപിച്ചത് RMPയുടെ KK രമയാണ്. അപ്പൊ KK രമയാണ് ഇത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയെ കുറിച്ചുള്ള ഒരു ചിന്ത ഉടലെടുത്തത് KK രമയിൽ നിന്നാണ്. KK രമയിൽ നിന്ന് തന്നെയാവണം. കാരണം TP ചന്ദ്രശേഖരന്റെ വിപ്ലവത്തിന്റെ ആ അഗ്നി, TP ചന്ദ്രശേഖരന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന വിപ്ലവാഗ്നി ഏറ്റുവാങ്ങിയ KK രമയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് സഭയ്ക്കുള്ളിൽ എന്തിനു വിഘടിച്ചു നിൽക്കണം? സഭയ്ക്കുള്ളിൽ നമുക്കൊരൊറ്റ ബ്ലോക്കായിരുന്നു കൂടെ എന്നാണ് KK രമ ചോദിച്ചത്. ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കുക, അതായത് UDF-നുള്ളിലെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ബ്ലോക്ക് നിയമസഭയ്ക്കുള്ളിൽ രൂപപ്പെടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം KK രമ തുടങ്ങി. UDF പിന്തുണയോടെയാണ് മത്സരിച്ചതെങ്കിലും മുന്നണിയുടെ ഭാഗമാകാതെ ഇടതുപക്ഷ പരിവേഷം കാത്തുസൂക്ഷിക്കുന്ന RMPയുടെ ഈ നിർദ്ദേശത്തെ ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും തള്ളിക്കളഞ്ഞിട്ടില്ല.
സുധാകരൻ പക്ഷേ സർവതന്ത്ര സ്വതന്ത്രൻ എന്ന നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു. സുധാകരൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്താ പറയാ, ഞാൻ യുഡിഎഫിന്റെ ഭാഗമല്ല, പക്ഷേ യുഡിഎഫിന്റെ പിന്തുണയൊക്കെ ഉണ്ട്, യുഡിഎഫ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും എന്റെ എല്ലാവിധ പിന്തുണയുണ്ട്, പക്ഷെ ഞാൻ സ്വതന്ത്രനാണ് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ജി സുധാകരൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ജി സുധാകരൻ ഇവരോടൊപ്പം ചേരും, ഒരു സംശയവുമില്ല. തങ്ങൾ ഒരുമിച്ചാൽ പ്രത്യേക ബ്ലോക്കായി പരിഗണിക്കുമോ എന്ന് സ്പീക്കറോട് രമ അനൗദ്യോഗികമായി ചോദിച്ചിട്ടുണ്ട് അത്രേ. അപ്പൊ കെ കെ രമ കുറെ കൂടി മുന്നോട്ട് പോയി. കെ കെ രമ സ്പീക്കറോട് ചോദിച്ചു കഴിഞ്ഞു, തിരുവഞ്ചൂരിനോട് ചോദിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ഈ UDF-നുള്ളിലുള്ള ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഒരു പ്രത്യേക ബ്ലോക്കായിരിക്കാൻ ഞങ്ങൾക്ക് പറ്റുമോ എന്ന് തിരുവഞ്ചൂരിനോട് ചോദിച്ചപ്പോൾ തിരുവഞ്ചൂര് അനുകൂലമായി പ്രതികരിച്ചു എന്ന് കൂടി പറയുന്നുണ്ട് കേട്ടോ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അക്കാര്യത്തിൽ പോസിറ്റീവാണ്. അങ്ങനെ ചെയ്താൽ സഭയിൽ പ്രസംഗിക്കാൻ കൂടുതൽ സമയം ഒരാൾക്ക് കിട്ടും എന്നതാണ് മെച്ചം. അപ്പൊ സഭയിൽ സംസാരിക്കാൻ അങ്ങനെ ഒരു ഒറ്റ ബ്ലോക്ക് ആയിരുന്നാൽ സഭയിൽ സംസാരിക്കാൻ ഏതെങ്കിലും ഒരാൾ, ഇക്കൂട്ടത്തിൽ ഒരാൾക്ക് ആ മുഴുവൻ പേരുടെയും സമയമെടുത്തുകൊണ്ട് അവർക്ക് വളരെ കൃത്യമായി കാര്യങ്ങൾ ഉന്നയിക്കാൻ സഭയിൽ പറ്റും എന്ന് പറഞ്ഞാൽ എന്താ പറയാ, കാര്യങ്ങൾ ഈ പ്രതിപക്ഷത്തിരിക്കുന്ന പിണറായി വിജയന്റെ എല്ലാ നീക്കങ്ങളെയും പൊളിക്കാൻ, എല്ലാ ഇവരുടെ വ്യാജ ആരോപണങ്ങളെയും പൊളിക്കാൻ VD സതീശന് ഒട്ടും സമയം മെനക്കെടുത്തേണ്ട. അതിനാരുണ്ട്? അതിന് അവരുടെ ഈ ചേരിക്കുള്ളിലെ, അവരുടെ UDF എന്ന് പറയുന്ന അവരുടെ പ്രസ്ഥാനത്തിനുള്ളിലെ ഈ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുണ്ട്, ഉണ്ടാവാനുള്ള എല്ലാ നീക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു. UDF പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാകാതെ തങ്ങളുടെ സ്വതന്ത്ര ഇടതു പരിവേഷം നിലനിർത്തുന്നതിൽ 3 മുൻ CPM നേതാക്കളും ശ്രദ്ധാലുക്കളാണ്. UDF-ന്റെ വിപ്പ് അംഗീകരിക്കുന്നതിൽ വിരോധമുണ്ടോ എന്ന് കോൺഗ്രസ് ചോദിച്ചിരുന്നു. ജി സുധാകരൻ അത് ബഹുമാനപൂർവ്വം നിരസിച്ചു. CPM-നെതിരെ ശബ്ദിക്കാൻ കിട്ടുന്ന അവസരം പാഴാക്കില്ല എന്നത് രമയുൾപ്പെടെ 4 പേരെയും ബന്ധിപ്പിക്കുന്ന ഘടകവുമാണ്. അപ്പൊ ഇവര് ഈ രമയുൾപ്പെടെ ഈ 4 പേരും, രമയുൾപ്പെടെയുള്ള ഈ 4 പേരും എന്ന് പറഞ്ഞാൽ ജി സുധാകരനും TKGയും V കുഞ്ഞികൃഷ്ണനും രമയും, പിന്നെ ഇങ്ങനെ പുറത്തേക്ക് ആരുണ്ട്? CP ജോണുണ്ട്. CP ജോണും ഇതിന് അനുകൂലമാണെന്ന് തന്നെയാണ് പറയുന്നത്. ഇനി എന്ത് എന്നുള്ളതാണ് അടുത്ത ഒരു പാരഗ്രാഫിൽ പറയുന്നത്. അതിങ്ങനെയാണ്: CPM വിരുദ്ധതയ്ക്കപ്പുറം ഏകീകൃത രാഷ്ട്രീയ ബദലിനായുള്ള നീക്കങ്ങൾക്ക് ഇവരുടെ ശ്രദ്ധേയ വിജയങ്ങൾ വഴിയൊരുക്കുമോ എന്നതിൽ വ്യക്തതയില്ല. CMPയും RMPയും യോജിക്കാൻ നീക്കം നടത്തിയിരുന്നു, പക്ഷേ CMPയിൽ ലയിച്ചുകൂടെ എന്ന CP ജോണിന്റെ നിർദ്ദേശം RMPക്ക് സ്വീകാര്യമായില്ല. ഇത്തരത്തിലുള്ള ഒരുമിക്കാനുള്ള ശ്രമം നേരത്തെ നടത്തിയിരുന്നു. CMPയിൽ എന്തുകൊണ്ട് RMPക്ക് ലയിച്ചുകൂടാ എന്ന് CP ജോൺ നേരത്തെ ചോദിച്ചിരുന്നു, പക്ഷേ RMP അതിന് തയ്യാറായിട്ടില്ല. അത്ര ലയനമൊന്നും വേണ്ട, പക്ഷേ നമുക്കൊരൊറ്റക്കെട്ടായി നീങ്ങാം എന്ന് തന്നെയാണ് RMP പറയുന്നത്. പിണറായി വിരുദ്ധത മാത്രമാണ് RMPയെ നയിക്കുന്നത് എന്ന പ്രതിഷേധത്തിലായിരുന്നു അന്ന് CMP. ഇത്തവണ അട്ടിമറിക്ക് സാധിക്കാതെ ഒറ്റപ്പാലത്ത് പരാജയപ്പെട്ട PK ശശിയുടെ പാർട്ടി അതേസമയം CMPയുടെ ഭാഗമാകാൻ സാധ്യതയേറെ. PK ശശിയുടെ ഒരു പാർട്ടി അങ്ങേപ്പോറുണ്ട്. PK ശശി തോറ്റുപോയത് കൊണ്ട് PK ശശി ഈ ചിത്രത്തിൽ ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. PK ശശി കൂടിയുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. അപ്പൊ TK ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും CMPയിൽ ചേരണമെന്ന് ജോണിന് ആഗ്രഹമുണ്ട്. പക്ഷേ RSPക്ക് നൽകിയ സീറ്റിൽ സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച കുഞ്ഞികൃഷ്ണൻ അവരുടെ വഞ്ചന കാട്ടാനില്ല. അപ്പൊ ഏതായാലും പാർട്ടിയിൽ ഇങ്ങനെ CMPയിൽ ലയിക്കുക അല്ലെങ്കിൽ RMPയിൽ ലയിക്കുക തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും സാധ്യതയില്ല. പ്രത്യേകിച്ചും ഈ CMPയിൽ കുഞ്ഞികൃഷ്ണന് ലയിക്കാൻ പറ്റില്ല. കാരണം കുഞ്ഞികൃഷ്ണൻ കൊടുത്ത സീറ്റ് നമ്മുടെ ആരാ പറയാ, ഈ ഷിബു ബേബി ജോണിന്റെ പാർട്ടിയാണ്, RSP ആണ് സീറ്റ് കുഞ്ഞികൃഷ്ണന് കൊടുത്ത് മത്സരിക്കാൻ. അതുകൊണ്ട് തന്നെ കുഞ്ഞികൃഷ്ണന് CMPയിൽ ലയിക്കാനൊന്നും പറ്റില്ല. അപ്പം CMPയിൽ RMP ലയിക്കുക, അല്ലെങ്കിൽ ജി സുധാകരൻ ലയിക്കുക, അല്ലെങ്കിൽ കുഞ്ഞികൃഷ്ണൻ ലയിക്കുക, അല്ലെങ്കിൽ TKG ലയിക്കുക എന്നുള്ള കാര്യം വരുന്നില്ല. അത്തരമൊരു ആഗ്രഹം CP ജോണിനുണ്ട്. പക്ഷേ ഇവിടെ KK രമ ഉദ്ദേശിച്ച പോലെ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ആദ്യം തന്നെ പ്രത്യേക ബ്ലോക്ക് ആയിരിക്കും, പിന്നീട് കാലക്രമേണ ഒരു പുതിയ പാർട്ടി. അത് ഏറ്റവും അവസാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഗൗരിയമ്മ മുതൽ രമ വരെ എടുത്താൽ CPM-നെതിരെ ഏറ്റവും ശക്തമായ വിമർശനങ്ങളിൽ പലതും വരുന്നത് വലതുപക്ഷത്ത് നിന്നല്ല, ഇടതുപക്ഷ പാരമ്പര്യത്തിൽ നിന്നാണ്. ആ ഇടതുപക്ഷ മൂല്യങ്ങളുടെ സംരക്ഷകരെന്ന് അവകാശപ്പെടാനാകുന്നവരുടെ രാഷ്ട്രീയധാര രൂപപ്പെട്ടു വരികയാണോ, അതോ സമാന രാഷ്ട്രീയ ശബ്ദങ്ങളുടെ താൽക്കാലിക യോജിപ്പ് മാത്രമാണോ ഇപ്പോഴത്തേത് എന്നാണ് സുജിത് നായർ ചോദിക്കുന്നത്. എന്നിട്ട് പറയുന്നു: വിമർശന രാഷ്ട്രീയത്തിൽ നിന്ന് ബദൽ രാഷ്ട്രീയത്തിലേക്കുള്ള ഒട്ടും എളുപ്പമല്ലാത്ത യാത്രയ്ക്ക് ഈ സംഘത്തിന് സാധിക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. ഇത് താൽക്കാലികമായ ഒരു ബദൽ എന്നതിനപ്പുറത്തേക്ക് ശാശ്വതമായ ഒരു പുതിയൊരു ഇടതുപക്ഷ പ്രസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് ഇത് മാറുമോ എന്നുള്ളതാണ് സുജിത് നായർ ചോദിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു അത്തരത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇവിടെ സാധ്യതയുണ്ട്. കാലം ആവശ്യപ്പെടുന്നു അത്തരത്തിൽപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടി വേണം. അല്ലാതെ ഈ പറയുന്ന മണുകുണഞ്ചന്മാരുടെ പാർട്ടിയിൽ ഇനി ആരാ ചേരുക?
അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ഇതാ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് തുടക്കമാകുന്നു. പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയല്ല, പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെ. പുതിയൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കെ രമയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കെ രമയുടെ ചിന്താശക്തിയിൽ നിന്ന് ഉയരുന്ന ഇത്തരത്തിൽപ്പെട്ട ഒരു കൂട്ടുകെട്ട് അത് പുതിയൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറുകയാണോ എന്നുള്ളതാണ് ഇന്നത്തെ ഈ പ്രത്യേക സവിശേഷമായ സാഹചര്യത്തിൽ ഉയരുന്ന ചോദ്യം. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.